വെറുതെ ഈ വാളെടുത്തോണ്ട് വന്ന മെനക്കേടായി പോയി. ബോഡി എടുത്തോണ്ട് പോടാ. പൊക്കിക്കൊണ്ട് പോടാ. കൊണ്ടു മറ്റവനെ പുറത്തേക്കിട്ട് മൂടിയേക്ക്. നിധി എടുക്കണമെങ്കിൽ പൂജകളെല്ലാം മുടക്കണം. ദിവസവും ഭക്തരുടെ തിരക്കാണ്. എല്ലാ ആഴ്ചകളിലും വിശേഷാൽ പൂജകളും. പിന്നെ അവൾ ദേവിയായി മാറുന്ന പഞ്ചാക്ഷരി. അവൾ ഇതിനെക്കുറിച്ച് പ്രവചിച്ചാൽ പിന്നെ അത് ഈ നാട് മുഴുവനും അറിയും. എന്തായാലും ശരി, എങ്ങനെയെങ്കിലും എനിക്ക് ആ നിധി എടുത്തേ പറ്റൂ. എന്ത് മണ്ടത്രേ പറയുന്നത്? പൂച്ചക്കുട്ടി മറ്റോ ആണോ അത്? പെട്ടെന്ന് പോയി ഇങ്ങോട്ട് എടുത്തോണ്ട് വരാൻ. ദമ്പടി കിട്ടുന്ന കാര്യമാണെങ്കിൽ എന്റെ തല എമ്പടി ജോലി ചെയ്യും. അതിനാരുടെ തലയെടുക്കേണ്ടി വന്നാലും ഞാനത് കാര്യമാക്കില്ല. ജനങ്ങളുടെ ഭാവി അവൾ പറയുമായിരിക്കും, പക്ഷെ അവളുടെ ഭാവി ഇനി എന്റെ കയ്യിലാ. അളിയാ പഞ്ചാക്ഷരി കൊല്ലാനുള്ള പരിപാടിയാ? അണ്ണാ വേണ്ട അണ്ണാ, പഞ്ചാക്ഷരി ഗ്രാമം മുഴുവൻ പൂജിക്കുന്ന ദേവിയാ. ആ ദേവിയോട് നമ്മുടെ കളി വേണ്ടണ്ണ. പറയുന്നത് കേൾക്കണ്ണ. പഞ്ചാക്ഷരി ജീവനോട് വിടുകയാണെങ്കിൽ നിധി നമുക്ക് എടുക്കാനാവില്ല. വരൂ ഗുരുജി. നമസ്കാരം ഗുരുജി. സുഖമാണല്ലോ അല്ലേ? എനിക്കെന്താണൊരു കുറവ്? ഞാൻ പോകുന്ന സ്ഥലമെല്ലാം സ്വർഗവും ഞാൻ കാലുവെക്കുന്ന ഇടമെല്ലാം ഇന്ദ്രലോകവുമാണ്. എന്നെയും കൂടി പരിപാടി ഒന്ന് പഠിപ്പിക്കോ ഗുരുജി? 4 കാശുണ്ടാക്കാലോ എന്ന് ഓർത്താ. അതിന് ബുദ്ധി വേണം. നമസ്കാരം ഗുരുജി. നമസ്കാരം. ഇതെന്റെ പെങ്ങളും രാമനെയും സീതയും പോലെ. കാണുമ്പോ തന്നെ അറിഞ്ഞുകൂടാ. ഭയങ്കര ബുദ്ധി. കാര്യം പറയൂ. ഈ സിദ്ധൻ അറിഞ്ഞുകൂടാത്ത ഒരു സിദ്ധിയും ഈ ലോകത്തിലില്ല. നക്ഷത്രഫലം പ്രവചിക്കുന്നതിൽ ഞാൻ അഗ്രഗണ്യനാണ്, പണ്ഡിതനാണ്. അപ്പൊ നക്ഷത്രങ്ങളൊക്കെ സഞ്ചിയിലുണ്ടോ? എന്നോട് തമാശ പറയുന്നു വീട്ടിൽ കൂഷ്മാണ്ടമേ. ക്ഷമിക്കണം ഗുരുജി. ഇനി പറയൂ, എന്താണ് കാര്യം? കല്ലിടലോ ഗൃഹപ്രവേശമോ, കല്യാണമാണോ നാമകരണമാണോ ഷഷ്ടിപൂർത്തിയാണോ? ഒരു നൊടിയിൽ ഞാൻ കവടി നിരത്തി പ്രവചിച്ച് കാണിച്ചു തരാം എപ്പോഴാണ് ശുഭമുഹൂർത്തമെന്ന്. ശുഭമുഹൂർത്തമോ? ശുഭമുഹൂർത്തമല്ല, അശുഭമുഹൂർത്തം. ഒരാളെ കൊല്ലാൻ വേണ്ടിയുള്ള അശുഭമുഹൂർത്തം കുറിച്ച് തരണം. ഒരാളെ കൊല്ലാൻ വേണ്ടി അശുഭമുഹൂർത്തം വേണമെന്നോ? കൊല്ലാൻ ഉദ്ദേശിക്കുന്നയാൾ ആരാണെന്ന് പറ. പഞ്ചാക്ഷരി. എന്താ പറഞ്ഞത്? എന്താണ് നീ പറഞ്ഞത്? ദേവിയെ പോലെ ആരാധിക്കുന്ന ഒരു പെൺകുട്ടിയെ കൊല്ലണമെന്നാണോ പറയുന്നത്? എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനൊരു മുഹൂർത്തം കുറിക്കണമെന്ന് ഒരുത്തൻ പോലും എന്നോട് പറഞ്ഞിട്ടില്ല. അളിയൻ ഗുരുജിയോട് പറഞ്ഞത്. എന്റെ അളിയൻ തങ്കപ്പെട്ട മനുഷ്യനാ. അശുഭ മുഹൂർത്തം നിങ്ങൾ അങ്ങോട്ട് കുറിച്ചു കൊടുത്താലേ എന്റെ ഗുരുജിയെ അളിയൻ നല്ല ചില്ലറ തരും. മിണ്ടാതിരിക്കടാ മർക്കടാ. പണം തന്ന് വിലയ്ക്ക് വാങ്ങാമെന്ന് മാത്രം കരുതണ്ട. എന്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി ഒരിക്കലും ഞാൻ പ്രവർത്തിക്കുകയില്ല. ഞാൻ ഇറങ്ങുന്നു. എന്റെ ഗുരുജി അങ്ങനെ പോയാലെങ്ങനെ? നാറി, എന്നോട് പറ്റില്ലെന്ന് പറയരുത്. 10 നിമിഷം സമയം തരും. അശുഭമുഹൂർത്തം കുറിച്ചിരിക്കണം. ഇല്ലെങ്കിൽ എന്റെ ആൾക്കാർക്ക് 10 ഞൊടികൾ വേണ്ടി വരില്ല. അണ്ണ ഒന്ന് പറഞ്ഞാൽ മതി, ഇവരെ വിട്ടെടുക്കാം. ഗുരുജിയുടെ നേരെ നീ വാള നോക്കുന്നോ? വിവരമില്ലേ? അവന്റെ വിവരക്കേട് കൊണ്ട് ഇങ്ങനെ വേണോടാ നിന്നെയൊക്കെ ശരിയാക്കാൻ. ഇവനെ ഒന്നും അങ്ങനെ അങ്ങ് വിട്ടാ ശരിയാവില്ല അളിയാ. ഇരിക്കണം പുല്ലേ അവിടെ. അതിന്റെ അർത്ഥം താഴെ കുണ്ടിക്കുത്തിയിരിക്കും. പഞ്ചാക്ഷരിക്ക് പൂജ, പ്രശസ്തി, അംഗീകാരം, സിദ്ധി എന്നിവ കിട്ടുന്നതിന് കാരണം ഈ കേതുവാണ്. ആ കേതു ഇപ്പൊ നീചസ്ഥാനത്താണുള്ളത്. അഗ്നി കൊണ്ട് മാത്രമേ പഞ്ചാക്ഷരിയെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കൂ. അതിനുള്ള അശുഭ മുഹൂർത്തം ഞാൻ കാണുന്നുണ്ട്. ചെയ്യാനുള്ള അവസരം കിട്ടിയാൽ മതി.
പദ്ധതികളെല്ലാം ഞാൻ തയ്യാറാക്കിക്കൊള്ളാം. വരുന്ന ദുർഗാഷ്ടമി ദിവസം രാവിലെ 11:30 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 മണി വരെ യമകണ്ഠകാലമാണ്. പഞ്ചാക്ഷരിയെ ഏതെങ്കിലും വിധത്തിൽ അപായപ്പെടുത്തണമെങ്കിൽ ആ സമയത്ത് മാത്രമേ സാധിക്കൂ. ഒരു ക്ഷണം തെറ്റിയാൽ നിന്റെ തല തകർന്നു പോകും. എടോ, അയ്യോ അമ്മേ, അയ്യോ. വിവരം കെട്ടവനെ, ആർക്ക് വേണ്ടി ഈ മഞ്ഞളും കുങ്കുമവും കൊണ്ടുപോകണമെന്ന് അറിയില്ലടോ. ദേവിക്ക് കൊടുക്കേണ്ട മഞ്ഞളും കുങ്കുമാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയതാ. എടാ പൊട്ടം കഴിവരുടെ മോനെ, അത് വെറും മഞ്ഞളും കുങ്കുമവും മാത്രമല്ല, അതിന്റെ കൂടെ വെടിമരുന്ന് കലർത്തിക്കൊണ്ടിരിക്കുക. പഞ്ചാക്ഷരി, ഇത് കണ്ടോ? വെടിമരുന്ന് കലർത്തിയ മഞ്ഞളും കുങ്കുമവും ആളി ആളി കത്തിപ്പടർന്ന് അവളെ ഭസ്മമാക്കുമടാ. അണ്ണാ വേണ്ട അണ്ണാ, പാപം ചെയ്യരുതണ്ണ. പഞ്ചാക്ഷരി ദേവി അണ്ണ, പറയുന്ന കേക്കണ്ണ. ദേവി അത് ഞാൻ പറയുന്ന കേക്ക്. ഇതൊന്നും വേണ്ട, പാവം അണ്ണ. പഞ്ചാക്ഷരിക്ക് ഒരു കുഞ്ഞുള്ളതാണ്ണ. എല്ലാം നിനക്ക് ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം. അണ്ണാ ഞാൻ പറയുന്ന കേക്കണ്ണ, ഞാൻ കാല് പിടിക്കണ്ണ. അണ്ണാ ഞാൻ പറയുന്ന കേക്കണ്ണ. നമ്മുടെ പഞ്ചാക്ഷരി ഒരു ദേവിയാ, അവരെ കൊല്ലരുതണ്ണ. സത്യമാ, ദേവിയാ. പഞ്ചാക്ഷരി പറഞ്ഞതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കുഞ്ഞിലെ അസുഖം ബാധിച്ച് ഞാൻ മരിച്ചു പോകുന്ന എല്ലാരും പറഞ്ഞു. പഞ്ചാക്ഷരി മാത്രമാ പറഞ്ഞത് എനിക്കൊന്നും സംഭവിക്കില്ലെന്ന്. നിധിക്ക് വേണ്ടി എന്റെ സ്വന്തം തന്തയായിരുന്നാലും ഞാൻ കൊല്ലും. പഞ്ചാക്ഷരി ഇപ്പോൾ മരിക്കുന്നതാണ്. അമ്മേ ശാന്തിയാകൂ, അമ്മേ ശാന്തിയാകൂ, അമ്മേ ശാന്തിയാകൂ. ആരെങ്കിലും ഒന്ന് വേഗം ചെന്ന് അമ്മയ്ക്ക് ആരതി ഒടിയൂ. അജയൻ നമ്മളെ കണ്ടെന്ന് തോന്നുന്നത്. അവൻ കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ നമുക്ക് ആപത്താണ്. പോയി പിടിക്കവനെ, വേഗം പോയി പിടിക്ക. നമ്മുടെ പദ്ധതി പ്രകാരം പഞ്ചാക്ഷരിയെ നമ്മൾ ഇല്ലാതാക്കി. ഇനി ക്ഷേത്രത്തിലേക്ക് വരുന്നവരെയും കൊല്ലണം. അവിടെ ഇനി പൂജ ചെയ്യുകയാണെങ്കിൽ അത് അശുഭമാകുമെന്ന് നമ്മൾ പ്രചരിപ്പിക്കണം. ക്ഷേത്രം അടച്ചു പൂട്ടിക്കണം. അങ്ങനെ ക്ഷേത്രത്തിനകത്ത് പോകുന്നവരെല്ലാം മരിച്ചോണ്ടിരിക്കുക. എന്താ കാരണമെന്ന് അറിയില്ല. ജനങ്ങൾ മുഴുവൻ പേടിച്ചിരിക്കുക. ആരും അങ്ങോട്ട് പോകുന്നില്ല. ക്ഷേത്രത്തിലേക്ക് പോയ ഭക്തരെല്ലാം ക്ഷേത്രത്തിനകത്ത് തന്നെ മരിച്ചുകൊണ്ടിരിക്കുക. പഞ്ചാക്ഷരിയുടെ മരണശേഷം അമ്പലം തന്നെ ഒരു പ്രേതാലയമായി മാറിയിരിക്കുക. ക്ഷേത്രത്തിൽ വെച്ച് പഞ്ചാക്ഷരി മരിച്ചു. അതിനുശേഷം ക്ഷേത്രത്തിലേക്ക് വരുന്നവർ മരിച്ചുകൊണ്ടിരിക്കുക. അന്യദേശവാസികൾ ഇങ്ങോട്ട് വരാൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് പൂജകൾ നിർത്തിവെക്കാം. എന്താ ഈ പറയുന്നത്? പൂജകൾ നിർത്തിവെക്കാനോ? തിരുമേനി, അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഗ്രാമം ചുടുകാടായി മാറും. ഞാൻ പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാ. മനസ്സിലാകുന്നുണ്ടോ? എടാ, ഇപ്പോ തന്നെ ക്ഷേത്രത്തിന്റെ വാതിൽ കൊട്ടയടക്കിയേ.
എന്താടാ എന്തു പറ്റി? അണ്ണൻ പറഞ്ഞ പോലെ ക്ഷേത്രത്തിനകത്ത് ഞങ്ങൾ പോയായിരുന്നു. അകത്ത് ഭയങ്കര ശബ്ദം കേൾക്കുക. എന്തോ അകത്തുനിന്ന് ഒരു ഗർജനം പോലെ. ക്ഷേത്രത്തിനകത്ത് പോകുന്നതിന് പേടിയായിരിക്കാ. അതേണ്ണ, ഞങ്ങൾ പറയുന്നത് സത്യമാ. നിധി എടുക്കുന്നത് സാധാരണ കാര്യമല്ല. ഞങ്ങൾ പറയുന്ന ഒന്ന് വിശ്വസിക്കണ. നിധി എടുക്കണമെങ്കിൽ ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. വരുത്തണം അവനെ. നീ പേടിക്കണ്ട. എന്റെ സിദ്ധി കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളില്ല. നിന്റെ കയ്യൂക്കുകൊണ്ട് ഇതുവരെ പല കാര്യങ്ങളും നീ ചെയ്തു തീർത്തു. പഞ്ചാക്ഷരിയെ നീ കൊന്നു. അങ്ങനെ ക്ഷേത്രവും നീ പൂട്ടിച്ചു. ഇതുവരെ എല്ലാ കാര്യവും വളരെ എളുപ്പമായിരുന്നു. പക്ഷെ ഇതുകൊണ്ടൊന്നും കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. നിന്റെ ശക്തിയും എന്റെ സിദ്ധിയും ഒന്നിച്ചാൽ മാത്രമേ നിധി നിനക്ക് സ്വന്തമാക്കാൻ കഴിയൂ. ഹണി, ജനനം മുതൽ മരണം വരെ എന്റെ പഞ്ചാക്ഷരിക്ക് എല്ലാമായിരുന്നു ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ വെച്ച അവള് ജനിച്ചത്. അതുകൊണ്ട് അവൾക്ക് ദേവിയുടെ അനുഗ്രഹം കിട്ടി. അവസാനം ആ ദേവി തന്നെ അവളെ കൊണ്ടുപോയി. വാ പോകാം. മോളെ, അമ്മാവാ, അമ്മാവാ. മുത്തശ്ശ, മുത്തശ്ശ. മോനെ, ഈ കുട്ടിയെ കാണുമ്പോ നമ്മുടെ പഞ്ചാക്ഷയെ പോലെ തോന്നുന്നുണ്ടല്ലേ? അതേ മോനെ, അവളെ പോലെ തന്നെയുണ്ട്. അല്ല അമ്മാവാ, ഈ കുട്ടിയുടെ പേര് ഹണി. സിറ്റിയിൽ വെച്ച് പരിചയപ്പെട്ടതാ. അതെയോ? വാ മോളെ, അകത്തേക്ക് വാ. അകത്തേക്ക് വാ. വരൂ. വാ. എന്റെ അമ്മച്ചോ, ഉറക്കത്തിൽ കിടന്ന് നമ്മളെ വിളിച്ചെഴുന്നേപ്പിച്ച് 4 നാരങ്ങ എടുത്തോണ്ട് ഗോലി കളിക്കാനാണോ ഇയാൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവന് വട്ടാ. കുണ്ടലീ നമഃ, ക്ഷുദ്രായ നമഃ, ഘോരായ നമഃ, സ്വാഹ. ഇതെന്താടാ, 4 3 അതിന്റെ വഴിക്ക് പോയി. ഈ ഒരെണ്ണം മാത്രം ബ്രേക്ക് ഇട്ട പോലെ അവിടെ തന്നെ നിൽക്കുന്നു. ഓഹോ, അങ്ങനെ നോക്കി നിൽക്കാതെ അവിടെ പോയി കുഴിക്കണം. കുഴിക്കണം, കുഴിക്കാൻ. ഓം കുണ്ടലീ സ്വാഹ.
ഓം രുദ്രായ സ്വാഹ എന്താണോ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നില്ലേ? കൊലുസിന്റെ ശബ്ദമാടാ. നിധി എടുക്കുന്ന സമയത്ത് കൊലുസിന്റെ ശബ്ദം ഉണ്ടാക്കി നമ്മളെ പേടിപ്പിക്കുമെന്ന് പറഞ്ഞായിരുന്നു. ആര്? എന്റെ അപ്പൻ. അതേടാ, ഞങ്ങള് പാരമ്പര്യമായിട്ട് വലിയ ധൈര്യശാലികളാ. കൊലുസിന്റെ ശബ്ദമല്ല അണുബോംബ് വിടാലും ഞങ്ങളെ പേടിപ്പിക്കാൻ പറ്റില്ല. നീ കുഴിക്കടാ. ഇങ്ങനെ ഒരു കുഴിക്കണം. കാര്യം, അപ്പൻ. ഇവൻ എന്തിനെ കുളത്തിൽ കൊറ്റക്കാലിൽ നിൽക്കുന്ന പോലെ പാതിരാത്രിക്ക് നിന്ന് തപസ് ചെയ്യുന്നത്? സ്വാഹായ നമഃ ഓം ഭരചക്രായ നമഃ ഓം പ്രാരിചക്രായ നമഃ ഓം സംസ്വായ നമഃ ഓം മഹാരുദ്രായ നമഃ ഓം ഹോരസായ നമഃ ഓം സകർഷായ നമഃ ഓം സർവസജ്ജായ നമഃ ഓം സർവായ നമഃ ഓം സർവഘോഷിതായ നമഃ ഓം അഘോരവൃന്ദായ നമഃ. ഏത് തന്തയ്ക്ക് പറക്കാത്തവനെ ഈ സമയത്ത് ഞാൻ പോയി നോക്കിട്ട് വരാം. അളിയ കഥ തുറക്ക്. ഈ അളിയനകത്ത് എന്തെടുക്കുവാണ്? അളിയ, ആ പഞ്ചാക്ഷരി പ്രേതമായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. പ്രേതമായിട്ട് വന്നെന്നോ? ആ ക്ഷേത്രത്തിൽ ഏതെങ്കിലും വിഗ്രഹം കണ്ട് പേടിച്ചതായിരിക്കും നീ. അല്ലെങ്കിൽ നീ നിന്റെ സ്വന്തം നേള് കണ്ട് തന്നെ പേടിച്ചതായിരിക്കും. ഞാൻ കണ്ടതാളിയ. ഇറങ്ങി പോടാ. ഞാനും പഞ്ചാക്ഷരി. ഒന്ന് സന്തോഷിക്കാൻ സമ്മതിക്കില്ല. പോടാ. കഥ അടക്കല്ലേ അളിയ? അവനൊന്നും കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. പണി കിട്ടുമ്പോ പഠിച്ചോളും. നാശങ്ങൾ വന്നോളും. നീ എന്താണ് പറ്റിയത്? സാരദേ, സാരദേ, സാരദ എന്താ പറ്റിയത്? പറയാ, എന്താ പറ്റിയെന്ന് പറ.